ഹായ്. അപ്പോൾ ഞാൻ കൊല്ലത്ത് ഇന്നലെ രാത്രി എത്തി കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ അതായത് 27th വീഡിയോ ആണ്. ഒരു ഉച്ച ഏകദേശം ഒരു 11:30-12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൊല്ലത്തെ ഹസ്ബൻഡിൻ്റെ വീടെന്ന് പറയണത്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് വന്ന വീട് എന്നത് ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം അവിടെ എല്ലാ ആളുകളൊക്കെ ഇരുന്ന് സംസാരിച്ച് ടൈം പോകുന്നത് അറിയത്തില്ലല്ലോ. അപ്പോൾ അമ്മയുടെ ഉച്ചക്കത്തെ സ്പെഷ്യലാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചതാണ് ഇതൊക്കെ. അവിയൽ, ചക്കപ്പുഴുക്ക്, തീയൽ, പിന്നെ പാവയ്ക്ക തോരൻ, മീൻ വറുത്തതിരിപ്പുണ്ട്. ഇത് പാവയ്ക്ക തോരൻ തന്നെയാണ്. അമ്മ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചക്കയുടെ ഇതും അതേപോലെ തന്നെ ചോറും ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നാട്ടിലെ അടുക്കള എന്ന് പറയുന്നത്. 27-28 നാട്ടിൽ നിന്നു. 29-ാം തീയതി രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 6:30-ക്കൊക്കെ ഇറങ്ങി. അമ്പലത്തിലൊക്കെ പോയിട്ട് വേണം ഞങ്ങൾക്ക് ചെന്നൈയിലേക്ക് പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയുള്ളൊരു ക്ഷേത്രത്തിലേക്ക് പോയി തൊഴാൻ. ഇപ്രാവശ്യം എവിടെയും കാര്യമായിട്ടൊന്നും പോയില്ല. നല്ല ചൂടാണ് ഇവിടെ. 11 മണി മുതൽ 3 മണി വരെ എവിടെയും ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചൂടിൽ ആരും ഇറങ്ങിയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നു. 2 ദിവസം അവിടെ എല്ലാവരുമായിട്ടൊന്ന് എൻജോയ് ചെയ്ത് തിരിച്ച് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 6:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി. ഈ കാണുന്ന ഇപ്പുറത്തെ സൈഡ് കാണുന്ന ഗേറ്റ് എന്ന് പറയുന്നത് അനിയൻ്റെ വീട്ടിലേക്കുള്ള ഗേറ്റാണ്. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തേക്ക് ആ അമ്പലത്തിലേക്ക് പോകുന്ന ആ വഴിയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇന്നലെ ഇതുവഴി നമ്മൾ വരുമ്പോൾ തിരിച്ച് അതായത് കൊല്ലത്തേക്ക് വരുമ്പോൾ നമ്മൾ രാത്രിയൊക്കെ അല്ലായിരുന്നു. അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പകലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആ പോകുന്ന ചെറിയ റോഡുകളാണ്, എല്ലാം ചെറിയ റോഡാണ് കേട്ടോ. ആ സൈഡുകളിലൊക്കെ കുറച്ച് ചെറിയ റോഡുകളാണ്. മെയിൻ റോഡിലെത്തിയാൽ മാത്രമേ കുറച്ചും കൂടെ ആ ഒരു വീതി ഉണ്ടാവുള്ളൂ. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 വണ്ടി ഏകദേശം പോകുന്ന ആ രീതിയിലുള്ള ഒരു ചെറിയ വഴികളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. ആ ഒരു രാവിലെ ഒരു 6:30 ആകുമ്പോൾ ആ ഒരു വൈബ് ഭയങ്കരമാണല്ലോ. വൈകുന്നേരവും രാവിലെയും ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ തന്നെയും ആ വെളിയിലുള്ള ആ ഒരു കാരണം ഇപ്പം ട്രാഫിക്കൊക്കെ കുറവെന്ന് വെച്ചാൽ ഈ കുറച്ച് രാവിലെ ആയതുകൊണ്ടാണ് ഇപ്പം വലിയ തിരക്കൊന്നും അധികം ഇല്ലാത്തത്. കാലിയാണ് റോഡ്. അപ്പോൾ കൊല്ലം ആൾക്കാർക്ക് ഇതെല്ലാം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും ഇതെവിടെയാണെന്നുള്ളത്. നമ്മൾ മൈതാനത്തിൽ ആശ്രാം മൈതാനത്തിലേക്കാണ്, ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഈ ശ്രീകൃഷ്ണ അമ്പലത്തിലേക്ക്, കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇത് കൊല്ലം ബസ് സ്റ്റാൻഡാണ്. ഈ സൈഡിൽ കാണുന്നതൊക്കെ കൊല്ലം ബസ് സ്റ്റാൻഡാണ്. കാണുമ്പോൾ പെട്ടെന്ന് വീട് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ. വേണ്ട എന്ത് രസം. ശരിക്ക് ഞാൻ കല്യാണം കഴിച്ച് വന്നത് കൊല്ലമാണെന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ വല്ലപ്പോഴും ഒക്കെ വരുന്നതാണ്, വർഷത്തിലിടയിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സ്ഥലങ്ങളും കൊല്ലം മുഴുവൻ കവർ ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ടൊന്നും വഴിയൊന്നും അറിയത്തില്ല. കാരണം വീട്ടിൽ വന്നാൽ വീട്ടിൽ നിൽക്കും, അധികമൊന്നും പുറത്തിറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. ഹസ്ബൻഡിനോട് ചോദിക്കും. ശരിക്കും അവിടെ വന്ന പല പ്രാവശ്യവും പുറത്തൊക്കെ ഒന്ന് പോയി എല്ലായിടത്തും കറങ്ങണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇനിയൊരു പ്രാവശ്യം ആവട്ടെ എന്നൊക്കെ ചിന്തിച്ച് പല പ്രാവശ്യവും ഓരോ വർഷവും മാറ്റി വെക്കുമ്പോഴും അത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും ഒന്നിച്ചാണ് ഇപ്പം ഈ പ്രാവശ്യം വരുന്നത്. മറ്റേത് ഞാൻ ഉണ്ടാവാറില്ല. ഞാനും മോളും കൂടെ ട്രെയിനിലാണ് പോകുന്നത്. പിന്നെ ഹസ്ബൻഡും മോളും, അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ മാറിയാണ് പോയിക്കൊണ്ടിരുന്നത്, ഡോഗ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇപ്രാവശ്യമാണ് ഞങ്ങൾ 3 പേരും ഒന്നിച്ച് വന്നിട്ടുള്ളത്. ഇത് ആശ്രാമം മൈതാനമാണ്. അതിൻ്റെ ചുറ്റുമുള്ള റോഡ് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. എല്ലാവരും വണ്ടി പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ കാറും സ്കൂട്ടിയും എല്ലാം ഉണ്ട്. രാവിലെ തന്നെ എല്ലാവരും വന്ന്, പിന്നെ കുറേ പേര് നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ രാവിലെ കാണാനുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്കുള്ള വഴിയിലേക്ക്
കയറാൻ പോവുകയാണ്. അമ്പലം കുറച്ച് ഉള്ളോട്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് പോലും ഓർമ്മയില്ല. ചിലപ്പോൾ ഇതിൻ്റെ മുന്നേ വന്ന് കാണും. പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ വന്നു പോയത് എനിക്കത്ര ഓർമ്മയില്ല. കാരണം ഈ അമ്പലങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ടാവുമല്ലോ. സൈഡിൽ കാണുന്നതാണ് കൃഷ്ണൻ്റെ അമ്പലം. അങ്ങോട്ടൊന്നും ക്യാമറ അല്ല അവിടെ അല്ല. അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ തൊഴുതു വന്നു. വെണ്ണ കിട്ടി അവിടെ നിന്ന്, അത് കഴിച്ചു. പിന്നെ എനിക്ക് രാവിലെ ആയപ്പോൾ നല്ല തലവേദനയായിരുന്നു. പക്ഷെ എന്നാലും ഒരു രാവിലെ നമ്മൾ കുളിച്ച് ഇറങ്ങി അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സിനൊരു നല്ലൊരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. അപ്പം ചെന്നൈയിലേക്ക് ഇത് മൈതാനം കേട്ടോ. നേരത്തെ കാണിച്ചത് ഫുള്ള് കാണാൻ പറ്റിയില്ല. ആശ്രമം മൈതാനമാണ് ഈ വിശാലമായിട്ട് കിടക്കുന്നത്. കണ്ടോ, മരമൊക്കെ ആയതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം കൊല്ലം ആശ്രമം ആ ഒരു സ്ഥലമാണിത്. എന്തായാലും നല്ല രസമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡ് ഇപ്പോഴാണ് ഓരോന്നൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ അന്നേരമൊന്നും സ്ഥലമൊന്നും നോക്കത്തില്ല. പിന്നെ എല്ലാവരും ഒക്കെ ഉണ്ടാകുമ്പോൾ സംസാരിച്ചിട്ട് വെളിയിലൊന്നും അധികം നോക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള വരുത്തിന് എന്തായാലും കൊല്ലമൊക്കെ ഒന്ന് ശരിക്ക് പോയി കറങ്ങി ഓരോ സ്ഥലവും കാണണം എന്ന് ഒരാഗ്രഹമുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ പറയും, നടക്കുമോ എന്തോന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ ചെന്നൈയിലേക്ക് പോകുന്ന വഴിയിൽ ആണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ ചെങ്കോട്ട വഴി ഞങ്ങൾ വന്ന എങ്ങനെയാണോ അതേ വഴി തന്നെയാണ് നമ്മൾ പോകുന്നത്. പുനലൂർ വഴി, കൊട്ടാരക്കര പുനലൂർ വഴി നമ്മൾ ചുരം കയറി ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ വന്ന അതേ വഴി തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്ഥലമൊക്കെ ആ സമയത്ത് നല്ല ഇരുടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ അധികം വീഡിയോ എടുത്തില്ല. കാരണം വരുന്ന അതേ സെയിം വഴി തന്നെയാണല്ലോ വന്നത്. എന്തായാലും 3 പേരും കൂടെ പോയി കൊല്ലത്തൊക്കെ പോയി എല്ലാവരെയും ഒന്ന് കണ്ട് തിരിച്ചു വന്നു. ഇതൊക്കെ നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ചുരം കയറുന്നതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഇതാണ് കാണുന്നത്. ചില സ്ഥലത്ത് നല്ല വളവ് റോഡായിരിക്കും, ചില സമയത്ത് ആ ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ മധുര ഇതാണ് കേട്ടോ. ഇതാണ് മധുരയിൽ ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്രാവശ്യം എനിക്കെന്തോ പെട്ടെന്ന് എത്തിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്, എന്താ അറിയില്ല. രാവിലെ ഇറങ്ങിയല്ലോ. രാവിലെ എന്ന് വെച്ചാൽ ഒരു അമ്പലത്തിലൊരു 7:30 കൂട്ടിയാൽ മതി. ഒരു 7:30 നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതുകൊണ്ടായിരിക്കും നേരത്തെ എത്തിയിട്ടുണ്ട്. വരുമ്പോൾ എനിക്ക് മധുര റോഡ് ശരിക്കും അവിടെ ഫുള്ള് കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ എത്തിയത് തന്നെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്, നേരത്തെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത്. കുറച്ച് കഴിപ്പിച്ചായിരുന്നു. അമ്മ കുറച്ച് കഴിക്കാൻ പറഞ്ഞു. ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ചുരമൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് തലവേദന എടുത്തിട്ട് നിൽക്കാൻ വയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അമ്മ എല്ലാ ഭക്ഷണവും പാക്ക് ചെയ്ത് തന്നതുകൊണ്ട് അതിന് വേണ്ടി ഹോട്ടലിൽ ഇറങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മളൊരു പോകുന്ന വഴിയിൽ സൈഡിൽ നിർത്തി, മരത്തിൻ്റെ സൈഡിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പെട്രോൾ പമ്പിൽ ഇറങ്ങും. അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഒന്ന് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഒരു റെസ്റ്റ്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. ഫസ്റ്റ് ജ്യൂസൊക്കെ കുടിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും മധുരയിൽ നിന്ന് പുറപ്പെട്ടു. എനിക്ക് എന്തോ ഭയങ്കര തലവേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇനി വീഡിയോ എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഞാൻ ഇവിടം വരെയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ച് ഞാൻ നന്നായിട്ട് കിടന്ന് വരാൻ തന്നെ വിചാരിച്ചു, കാരണം എനിക്ക് തീരെ വയ്യാതായി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നമുക്കിനി ചെന്നൈ വീട്ടിലൊക്കെ ചെന്നിട്ടുള്ള വിശേഷങ്ങളായി പിന്നീട് കാണാം. ബൈ.